ഇന്നലെയും ഇന്നുമായി രണ്ടു വട്ടം ചർച്ചകൾ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർക്കിടയിലുണ്ടായി. അങ്ങനെയുള്ള ചർച്ചയിലൂടെ എത്തിച്ചേർന്ന സർവസമ്മതമായ പേരാണ് സുദർശൻ റെഡ്ഡിയുടേത്. അദ്ദേഹം ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളും പൗരാവകാശങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് അദ്ദേഹത്തിൻ്റെ വിധിന്യായങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ RSS എന്ന അർദ്ധഫാസിസ്റ്റ് സംഘടനയുടെ നിയന്ത്രണത്തിലുള്ള നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയമായ ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു സമരമായി ഈ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറുകയാണ്. ഈ തമിഴ്നാട്ടിൽ നിന്ന് NDA സ്ഥാനാർത്ഥി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ഒരു ഇന്ത്യ സ്ഥാനാർത്ഥി വേണ്ടെന്ന് TMC ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണിത്. ഏതെങ്കിലും സംസ്ഥാനത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയെ ഒതുക്കുന്നത് വളരെ തെറ്റായ അപക്വമായ ഒരു സമീപനമാണ്.